നമസ്കാരം. N4 ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. പഴയന്നൂർ പൊട്ടൻകോട് കൂനാംപൊറ്റ വീട്ടിൽ അരുണിന്റെ ഭാര്യ 26 വയസ്സുള്ള രമ്യയാണ് മരിച്ചത്. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും തക്ബീർ ധ്വനിയുയർത്തി വിശ്വാസി സമൂഹം ബലിപെരുന്നാൾ ആഘോഷിച്ചു. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വെള്ളിക്കുളങ്ങര മറ്റത്തൂർ സ്വദേശികളായ 2 പേർ പിടിയിൽ. തൃശൂർ കോർപ്പറേഷനിലെ പുല്ലുവെട്ട് യന്ത്രങ്ങളെല്ലാം കേടായി കിടക്കുന്നതിനാൽ ഡിവിഷനുകളിലെ വഴിയോരങ്ങളെല്ലാം കാടുപിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായി മാറി. ഗുരുവായൂർ മാവിൻ ചുവടിന് സമീപം 2 വീടുകളിൽ നിന്നായി 3 പവന്റെ മാലയും 2 ഗ്രാം കമ്മലും 500 രൂപയും മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. തലോർ മില്ലേനിയം യൂത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് സമാപിച്ചു. വിശദമായ വാർത്തയിലേക്ക്. പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. പഴയന്നൂർ പൊട്ടൻകോട് കൂനാംപൊറ്റ വീട്ടിൽ അരുണിന്റെ ഭാര്യ 26 വയസ്സുള്ള രമ്യയാണ് മരിച്ചത്. ചികിത്സാ പിഴവ് ആരോപണവുമായി പന്നിത്തടത്തെ സ്വകാര്യ ആശുപത്രിക്കെതിരെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. വ്യാഴാഴ്ച വൈകിട്ടാണ് രമ്യ ആൺകുഞ്ഞിന് ജന്മം നൽകിയത്. പ്രസവത്തിന് ശേഷം രമ്യയുടെ ആരോഗ്യസ്ഥിതി വഷളാവുകയായിരുന്നു. തുടർന്ന് വെള്ളിയാഴ്ച രാവിലെ തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ എത്തിച്ചതിന് മണിക്കൂറുകൾക്കകം മരിക്കുകയായിരുന്നു. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും തക്ബീർ ധ്വനിയുയർത്തി വിശ്വാസി സമൂഹം ബലിപെരുന്നാൾ ആഘോഷിച്ചു. മസ്ജിദുകളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നിസ്കാരത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരത്തിന് ഇമാം ഡോക്ടർ സലീം നദവി നേതൃത്വം നൽകി. അബ്ദുൾ അസീസ് നിസാമി സന്ദേശം നൽകി. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വെള്ളിക്കുളങ്ങര മറ്റത്തൂർ സ്വദേശികളായ 2 പേർ പിടിയിൽ. വെള്ളിക്കുളങ്ങര പോലീസാണ് പ്രതികളെ പിടികൂടിയത്. വെള്ളിക്കുളങ്ങര കുറിഞ്ഞുപാടം സ്വദേശി ഇടക്കൂട്ടത്തിൽ വീട്ടിൽ 25 വയസ്സുള്ള ഷിബിൻ, 2ാം പ്രതി മറ്റത്തൂർ ചേലക്കോട്ടുകര സ്വദേശി തറയിന്മേൽ വീട്ടിൽ 22 വയസ്സുള്ള പ്രണവ് എന്നിവരെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത്. മറ്റത്തൂർ ഇഞ്ചക്കുണ്ട് സ്വദേശി ആയന്തൂർ വീട്ടിൽ അജ്നാസ് എന്നയാളുടെ പിതാവിനോട് 1ാം പ്രതി ഷിബിനുള്ള മുൻ വൈരാഗ്യത്താൽ അജ്നാസിനെയും സുഹൃത്ത് രാജേഷിനെയും കോടാലി ബാറിന് മുൻവശം റോഡിൽ വെച്ച് 1ഉം 2ഉം പ്രതികൾ ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ അജ്നാസിന്റെ പരാതിയിൽ വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്തിരുന്നു. തൃശൂർ കോർപ്പറേഷനിലെ പുല്ലുവെട്ട് യന്ത്രങ്ങളെല്ലാം കേടായി കിടക്കുന്നതിനാൽ ഡിവിഷനുകളിലെ വഴിയോരങ്ങളെല്ലാം കാടുപിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായി മാറി. കോർപ്പറേഷന്റെ അനാസ്ഥ മൂലം ഡിവിഷനുകളിലെ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളും അവതാളത്തിലായതായി ആക്ഷേപം. സാധാരണഗതിയിൽ മഴക്കാലത്തിന് മുന്നോടിയായി കോർപ്പറേഷന്റെ ഓരോ ഡിവിഷനിലും മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തകൃതിയായി നടത്താറുണ്ട്. ഇത്തവണ ഇക്കാര്യത്തിൽ പുരോഗതി ഉണ്ടായില്ല. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോഡിന് ഇരുവശങ്ങളിലുമുള്ള പുല്ലുകളും കാടുകളും വെട്ടിത്തെളിച്ച് കാനകളെല്ലാം വൃത്തിയാക്കി ഇടാറുണ്ടെങ്കിലും പുല്ലുവെട്ടി യന്ത്രം കേടായി കിടക്കുന്നതിനാൽ ഒരു ഡിവിഷനിൽ പോലും പുല്ല് വെട്ടി നീക്കാൻ ആയിട്ടില്ല. 150 പുല്ലുവെട്ട് യന്ത്രങ്ങളിൽ 5 എണ്ണം ഒഴികെ ബാക്കിയെല്ലാം കേടായിട്ട് നാളേറെ ആയെങ്കിലും ഇത് നന്നാക്കിയെടുക്കാനുള്ള യാതൊരു നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അതേസമയം പുതുതായി പുല്ലുവെട്ട് യന്ത്രങ്ങൾ വാങ്ങാൻ ടെൻഡർ കൊടുത്തെങ്കിലും അതിൽ ഒന്നുപോലും ഇനിയും കോർപ്പറേഷന് കിട്ടിയിട്ടുമില്ല. ഇതിനാൽ തന്നെ റോഡ് സൈഡുകളിൽ ഒരാൾ പൊക്കത്തിൽ പുല്ലു വളർന്നത് പാമ്പുകൾ അടക്കമുള്ള ഇഴജന്തു ശല്യം രൂക്ഷമാകാൻ കാരണമായിരിക്കുകയാണ്. ഗുരുവായൂർ മാവിൻ ചുവടിന് സമീപം 2 വീടുകളിൽ നിന്നായി 3 പവന്റെ മാലയും 2 ഗ്രാം കമ്മലും 500 രൂപയും മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. ഈറോഡ് മാണിക്യപാളയം ഹൌസിംഗ് കോളനിയിൽ കാർത്തികിനെയാണ് ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ മെയ് 10 പുലർച്ചെയാണ് മോഷണം നടന്നത്. ക്ഷേത്രായൂർ ഫാർമസിക്കടുത്ത് 2 വീടുകളിലായിരുന്നു മോഷണം. അമ്പാടി നഗറിൽ ഈശ്വരീയം പരമേശ്വരൻ നായരുടെ ഭാര്യ കനകകുമാരി പുലർച്ചെ 5:30 വീട്ടിലെ പൂജാമുറിയിൽ വിളക്ക് തെളിക്കുമ്പോൾ മതിൽ ചാടിക്കടന്ന് മോഷ്ടാവ് മുറിയിലെത്തി മാല പൊട്ടിച്ചെടുത്തു.
ഇതിന് തൊട്ടടുത്ത് ചിറ്റിലപ്പള്ളി സെബാസ്റ്റ്യൻ വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലും മോഷണം നടന്നു. പൂട്ടിക്കിടന്ന വീട് തുറന്ന് അകത്ത് കടന്നായിരുന്നു മോഷണം. തലോർ മില്ലേനിയം യൂത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് സമാപിച്ചു. സമാപന ചടങ്ങ് ഫാദർ ആന്റണി വേലത്തിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ക്യാമ്പിൽ കുട്ടികൾക്കുള്ള സൗജന്യ ഫുട്ബോൾ കിറ്റ് സമ്മാനിച്ചു. അതോടൊപ്പം തന്നെ ജേഴ്സി പ്രകാശനം നടത്തുകയും ചെയ്തു. മില്ലേനിയം രക്ഷാധികാരി സജിത് തട്ടിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ക്ലബ്ബ് പ്രസിഡന്റ് ലിജോ തട്ടിൽ അധ്യക്ഷത വഹിച്ചു. ആശംസകൾ അർപ്പിച്ച് ഹെഡ് കോച്ച് ആനന്ദ് ബാബു, സഹപരിശീലകരായ പ്രമോദ് സനൽ എന്നിവരും സ്പോൺസറായ ജോബി എന്നിവരും സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി ശിവകുമാർ നന്ദി പറയുകയും ചെയ്തു. മില്ലേനിയം യൂത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഈ കുട്ടികള് ഇനിയിപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുന്നവരെ കുറച്ച് നാളുകൾ കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്നവരെ പോലെ ഇനി വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് കൂടിയിട്ടാണ് നിങ്ങളെ പ്രചോദിപ്പിക്കുന്നത്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 150 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8,980 രൂപ, പവന് 71,840 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. പഴയന്നൂർ പൊട്ടൻകോട് കൂനാംപൊറ്റ വീട്ടിൽ അരുണിന്റെ ഭാര്യ 26 വയസ്സുള്ള രമ്യയാണ് മരിച്ചത്. ത്യാഗത്തിന്റെയും സ്നേഹത്തിന്റെയും തക്ബീർ ധ്വനിയുയർത്തി വിശ്വാസി സമൂഹം ബലിപെരുന്നാൾ ആഘോഷിച്ചു. യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ വെള്ളിക്കുളങ്ങര മറ്റത്തൂർ സ്വദേശികളായ 2 പേർ പിടിയിൽ. തൃശൂർ കോർപ്പറേഷനിലെ പുല്ലുവെട്ട യന്ത്രങ്ങളെല്ലാം കേടായി കിടക്കുന്നതിനാൽ ഡിവിഷനുകളിലെ വഴിയോരങ്ങളെല്ലാം കാടുപിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായി മാറി. ഗുരുവായൂർ മാവിൻ ചുവടിന് സമീപം 2 വീടുകളിൽ നിന്നായി 3 പവന്റെ മാലയും 2 ഗ്രാം കമ്മലും 500 രൂപയും മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ. തലോർ മില്ലേനിയം യൂത്ത് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ സൗജന്യ ഫുട്ബോൾ പരിശീലന ക്യാമ്പ് സമാപിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും FB പേജിലും ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.